ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ ട്രാവൽ വ്ളോഗ്. ഇന്ന് നമ്മളൊരു ജേണിയാണ് പോകുന്നത്. പറയാൻ കേട്ടോ എങ്ങോട്ടാണെന്ന്. നമ്മൾ നേരെ ആറ്റിങ്ങലോട്ടാണ് ആദ്യം പോകുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ മൊത്തം കാണണേ. ഉറപ്പായിട്ട് ഫുള്ള് കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളിത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടെ നിന്നിട്ട് KSRTC ബസ്സിൽ കയറി നമ്മൾ തമ്പാനൂരോട്ടാണ് പോകുന്നത്. സമയം രാവിലെ 5:30 ആയിട്ടേ ഉള്ളൂ. നമ്മൾ നേരെ KSRTC ബസ്സിൽ കയറി തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. സമയം രാവിലെ 5:30 ആയിട്ടേ ഉള്ളൂ. ബസ്സിൽ ഒരു തിരക്കിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരമൊക്കെ ഇരുട്ടിയിട്ടായിരുന്നു. ഇപ്പം നേരമൊക്കെ പരപരാവേലത്ത് നമ്മളിതാ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എത്താറായി. ഞാൻ ബസ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. തെങ്കാശി ബസ്സാണ്. തെങ്കാശി ബസ് കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെങ്കോട്ടയിലാണ് ഇറങ്ങുന്നത്. നമ്മൾ തെങ്കാശി വരെ പോകുന്നില്ല. നമ്മൾ പോകുന്നത് ചെങ്കോട്ടയിലെ ഫേമസ് ആയിട്ടുള്ള തിരുമലൈക്കോവിലോട്ടാണ്. എനിക്ക് പേഴ്സണലി ഈ അമ്പലം അറിയാമെന്നുള്ളത് പുഷ്പ സിനിമയിൽ കൂടിയാണ് ഫേമസ് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേര് സ്റ്റാറ്റസും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ബസ്സിൽ പോകുന്നത്. ബസ്സിലെ ജേർണി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ പോയി നോക്കുന്നത്. സോ നമുക്ക് ചെങ്കോട്ടയിലോട്ടുള്ള ബസ് തമ്പാനൂരിൽ നിന്ന് ഒരാൾക്ക് 152 രൂപയാണ് ബുക്ക് ചെയ്തപ്പോൾ ഉള്ള ടിക്കറ്റിൻ്റെ റേറ്റ്. നമ്മൾ തിരുമലൈക്കോവിലിൽ പോകാനായിട്ട് ഇനി ഒരു ബസ്സും കൂടി കയറണം. നമ്മളിതാ നേരെ തമിഴ്നാട്ടിലെത്തി. ഈ പച്ചപ്പും പരിതാപയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മളിതാ ഏതാണ്ട് തമിഴ്നാട്ടിൽ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. തമിഴ്നാട്ടിലെ വഴിയോരങ്ങളിൽ കൂടി നമ്മളിങ്ങനെ മന്ദം ബസ്സിൽ പൊക്കോണ്ടിരിക്കുവാണ്. നമ്മൾ ചെങ്കോട്ട ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടെ നമുക്ക് തമിഴ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇവരാരും ഇംഗ്ലീഷിൽ ബോർഡും വെച്ചിട്ടില്ല. 29C എന്നുള്ള ബസ്സാണ് തിരുമലൈക്കോവിലോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ പൈസയൊക്കെ എടുത്തിട്ടായിരുന്നത്. പിന്നെ ഓർത്തത്, ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ ലേഡീസിന് ടിക്കറ്റിന് പൈസ കൊടുക്കണ്ട, പക്ഷേ നമ്മുടെ ആ 0 ടിക്കറ്റ് നമ്മൾ ഉറപ്പായിട്ടും വാങ്ങിയിരിക്കണം. അങ്ങനെ ഞങ്ങൾ 0 ടിക്കറ്റ് വാങ്ങി ഫ്രീ ആയിട്ട് യാത്ര ചെയ്ത സന്തോഷത്തിൽ തിരുമലൈക്കോവിലിൻ്റെ താഴ്ഭാഗത്തെത്തി. നമുക്ക് 2 മാർഗം മുകളിൽ അമ്പലത്തിലേക്ക് പോകാൻ പറ്റും. ഒന്ന് സ്റ്റെപ്പ് വഴിയും, അടുത്തത് അമ്പലത്തിൻ്റെ തന്നെ വാൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 രൂപ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് പെർ ഹെഡ് 10 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും. ഞങ്ങൾ വാനിലാണ് പോയത്. ഉച്ചയ്ക്ക് വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടന്ന് കയറാനുള്ള അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ഞങ്ങൾ വാനിലാണ് പോയത്. 10 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാവരും ഞങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാമെന്നുള്ള ഭാഷയിൽ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ നല്ല കട്ട തമിഴാണ് പറഞ്ഞത്. അത്രയൊന്നും മനസ്സിലായില്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ പൊന്നോ, ഞങ്ങൾ ട്രാവൽ ചെയ്ത് മുകളിലെത്തി. അവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നല്ല കാറ്റായിരുന്നു അവിടെ. കാറ്റെന്ന് പറഞ്ഞാൽ വെയിലുണ്ട്, പക്ഷേ കാറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ എപ്പോഴെങ്കിലും ഒരു വട്ടം ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ലൈഫിൽ ഓരോരോ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ലൈഫിൽ കുറച്ച് ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ നമ്മളെല്ലാം അമ്പലത്തിൻ്റെ അവിടെ കയറി. നമ്മളൊരു കിറ്റ് വാങ്ങി ഭഗവാന് കൊടുക്കാനായിട്ട്. തേങ്ങ, പിന്നെ എന്താ പറയുക, നമ്മുടെ ഹാരം, അങ്ങനെയൊക്കെയുള്ളൊരു കിറ്റ്. ഒരു കിറ്റിന് 200 രൂപയാണ് ആയത്. ഈ വെള്ള വരെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇതെന്താണെന്നറിയോ? ഇവിടെ തമിഴ്നാട്ടിൽ പൊതുവെ വെയിൽ കൂടുതലാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു വെള്ള വരെ കൂടെ, ഈ ഒരു വെള്ള പെയിൻ്റ് അടിച്ച ഭാഗത്തൂടെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാലിൽ ചൂട് തട്ടുന്നതിൻ്റെ ഒരു ലെവൽ ഓഫ് അതിൻ്റെ ഒരു ഇത് കുറഞ്ഞിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ള വരെ കൂടെ നടക്കാൻ പറയുന്നത് അവർ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഓക്കെ ആയിരുന്നു. അവർ പറഞ്ഞ സത്യമായിരുന്നു. നമ്മൾ കമ്പാരിറ്റീവ്ലി ബ്ലാക്ക് സൈഡിൽ കൂടെ നടക്കുന്നേക്കാളും വെള്ള സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ചൂടിൻ്റെ ലെവൽ കുറഞ്ഞു നിൽക്കും. ഈ കാണുന്ന നമ്മൾ വിശന്ന് വലഞ്ഞുള്ള ഇരിപ്പാണ്. ഞങ്ങൾ കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ടോക്കണൊക്കെ എടുക്കണം, വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിന് നിന്നില്ല. പക്ഷേ അവിടെ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തു. അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു ഡാമൊക്കെ കാണാൻ പറ്റും. എനിക്ക് ഏതാ ഡാമെന്നൊന്നും അറിയത്തില്ല, അതൊക്കെ ഇനി പഠിക്കണം. അങ്ങനെ നേരെ പോയി അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അത് സൂപ്പറായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രസാദ കൗണ്ടർ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് പേടയും ഒരു പാക്കറ്റ് പഞ്ചാമൃതമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പേടയ്ക്ക് 40 രൂപയും പഞ്ചാമൃതത്തിന് 50 രൂപയാണ്. തിരിച്ച് നമ്മൾ 10 രൂപ കൊടുത്ത് തിരിച്ച് താഴേക്ക് വാനിലെത്തി. നമ്മളിനി ഫുഡ് അന്വേഷിച്ചുള്ള നടപ്പാണ് ഈ കാണുന്നത്. അവിടെ നിന്നൊരു കടയിൽ നിന്ന് ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 100 രൂപയാണ് ഊണിനായ പൈസ. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി ഫ്രീ ടിക്കറ്റ് എടുത്ത്, നോട്ട് ചെയ്യണേ, ഫ്രീ ടിക്കറ്റ് എടുത്ത് നമ്മൾ ചെങ്കോട്ടയിലോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്.
അപ്പോൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് 40 രൂപയാണ് ആയത്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് ബസ്സിലല്ലേ പോയത്. അപ്പോൾ അമ്മ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി ഞാൻ ബസ്സിലില്ല, 3-4 മണിക്കൂർ ട്രാവൽ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ ട്രെയിനിലേ വരത്തുള്ളൂ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ IRCTCയിൽ നോക്കിയപ്പോൾ അതിനകത്ത് എന്തുണ്ട്, നമുക്ക് ട്രെയിനുണ്ട്. 3:20 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എത്ര നേരം വേണോ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ ട്രെയിൻ ഒരുപാട് ഡിലേ ആയിരുന്നു. പതുക്കെ പോകുന്ന ട്രെയിനായിരുന്നു. നമുക്ക് 3:20 ട്രെയിൻ ഉണ്ടായിരുന്നത്. വളരെ വിജനമായൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രം. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്കിങ്സൊക്കെ കഴിഞ്ഞു, ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ട്രെയിൻ പൊതുവേ നേരത്തെയാണ് വന്നത്, 2:45 വന്നു. കൊല്ലത്തോട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. കൊല്ലം വരെ 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ആവുന്നത്. സത്യം പറയാമല്ലോ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരിക്കലെങ്കിലും ലൈഫ് ടൈമിൽ നമ്മൾ ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രാവൽ വ്ലോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.